ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ. സോ ഇന്ന് കുറെ കാലത്തിന് ശേഷം, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വളകാപ്പിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് വളകാപ്പാണ് ഇത്. ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്താ പറയണം എന്നറിയില്ല. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയണോ, നെയ്ബർ ആണെന്ന് പറയണോ, അല്ലെങ്കിൽ എന്റെ കൊളീഗ് ആണെന്ന് പറയണോ, എന്റെ സിസ്റ്റർ ആണെന്ന് പറയണോ, എന്റെ ഫാമിലി ആണെന്നോ, അങ്ങനെ ലൈക്ക് ഒരു പ്രോപ്പർ ഒരു എന്താ പറയാ ഡെസിഗ്നേഷൻ ഇല്ല. എല്ലാം കൂടി കോമൺ. ലൈക്ക് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന ഒരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവില്ലേ, ആ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ രണ്ടാളാണെങ്കിൽ, ഇപ്പോ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടായിരിക്കും അവർ ഇങ്ങനെയൊക്കെ മെൻഷൻ. എനിവേസ്, അപ്പൊ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. മാത്രമല്ല, ആ ഫാമിലി ആണെങ്കിൽ പോലും എനിക്ക് എന്റെ ഫാമിലി കഴിഞ്ഞ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ്. So I'm going to the Valagap functions of Akila and Krishnan Unni. ഞാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഫോർമൽ ആയി പോകുന്നു. ബട്ട് എനിവേസ്, ഞാനിപ്പോ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് വലിയ മേക്കപ്പ് ഒന്നുമില്ല. അതായത് ഞാൻ യൂഷ്വലി ഇടുന്ന മേക്കപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ മേക്കപ്പ് ഒന്നുമില്ല. കാരണം ഈ ചൂടത്ത് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോയിട്ട് ഒരു ഉപയോഗവും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ അങ്ങനെ ആഡംബരമായി മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്തു, പിന്നെ ഒന്ന് കൺമഷി എഴുതി, ലിപ്സ്റ്റിക് ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫംഗ്ഷൻ ഇങ്ങനെ മിനിമൽ ആയിട്ടൊക്കെ പോകുന്നത്. കാരണം ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങാൻ ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ വിയർത്ത് ഒരവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ മിനിമൽ ആയിട്ടാണ്. അപ്പോ ലെറ്റ്സ് ഗോ. ഓഡിറ്റോറിയത്തില് സമയം ഏതാണ്ടൊക്കെ ആവാറായി. അപ്പോ ഞാൻ ഓൺ ദി വേ ആണ്. അപ്പോഴാണ് ഞാൻ ഒരു ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരക്കിനിടയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് ഞാനൊരു ഇൻട്രോ എടുക്കാൻ വിചാരിച്ചത്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. പോകുന്ന വഴിക്ക് ഞാൻ ആദ്യം മീനു ചേച്ചിനെ കാണാനാണ്ടോ പോയത്. നമ്മുടെ പെങ്കൊറ്റേനേക്കാളും സുന്ദരിയായിട്ട് ഒരുങ്ങുന്ന ഒരു നാത്തൂനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുവഴി പോയ സ്ഥിതിക്ക് ഒരു മിറർ കണ്ടപ്പോൾ ഞാനും എടുത്തു കുറച്ച് വീഡിയോസ്. കാരണം മിറർ കണ്ടാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ ആചാരം. അങ്ങനെ ചേച്ചി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ലൊക്കേഷനിലോട്ട് പോയി. ഇതേ പരിപാടി നടക്കുന്നത് നമ്മുടെ വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചിട്ടാണോ. അടിപൊളി ലൊക്കേഷൻ ആയിട്ടൊരു ഭയങ്കര ട്രഡീഷണൽ വൈബ് തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. അങ്ങനെ ഡെക്കോറും കാര്യങ്ങളെല്ലാം നമ്മൾ എത്തിയപ്പോഴത്തേക്കും ചെയ്തു കഴിഞ്ഞു. നല്ല അടിപൊളി സ്റ്റേജ് ആയിരുന്നു. അത് തീമുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ടൈപ്പ് സ്റ്റേജ് ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് പരിപാടിയാണെങ്കിലും ഫോട്ടോസ് മുഖ്യമാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻ അട്രാക്ഷൻ ആ ഒരു ലൊക്കേഷൻ തന്നെയാണ്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. കുറേ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയാൽ എല്ലാ ഫോട്ടോസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല അടിപൊളി ടീമായിരുന്നു കേട്ടോ. ഗൈസ്, എക്സൈറ്റഡ് ആണോ അഖിലയുടെ വളകാപ്പില്? So much excited. First baby shower in the family. So much excited. See, they are enjoying. എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചാൽ അതെ, ഫസ്റ്റ് ബേബി ഷവർ ആണ് ഫാമിലിയിലെ. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ബേബി വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബോയ് ആയിരിക്കും ഗേൾ ആയിരിക്കും എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ആരെ പോലെ ഇരിക്കുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. സോ ബേബി ബോയ് വേണോ ബേബി ഗേൾ വേണോ, എന്താണ്? ഫോർ ഷുവർ. ആഹാ. ഓക്കെ, നമുക്ക് ഒരുക്കാൻ പറ്റുമോ? ബേബി ബോയ് ഓർ ബേബി ഗേൾ? I like baby boy, but Akila will get baby girl. ഓഹോ, യു പ്രഡിക്റ്റഡ് ലൈക്ക്. സോ ഗൈസ്, ഞങ്ങള് അവരവിടെ ഫോട്ടോഷൂട്ട് ബാഗിൽ നിങ്ങൾക്ക് എടുക്കുന്ന കാണാം. ആൻഡ് ഞങ്ങളിവിടെ അവർക്ക് കുട പിടിക്കാൻ വന്നത് വേജാനെ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. ഞാനിതിൽ കുറേ റോ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഒറിജിനൽ വൈബ് എന്താണെന്ന് പിന്നീട് ഒരിക്കലും ഇവർ റെഫർ ചെയ്യുമ്പോഴത്തേക്കും അവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവാനാണ്. കൃഷ്ണനുണ്ണി ഏതാനും നിമിഷങ്ങൾക്കല്ല, എത്ര മാസം, അല്ല നിമിഷങ്ങൾ കൊണ്ടാണല്ലോ പലതും ഉണ്ടാവുന്നത്. അപ്പൊ കൃഷ്ണനുണ്ണി ഏകാന്ത മാസങ്ങൾക്കകം അച്ഛനാവാൻ വേണ്ടി പോവാണ്. നമുക്ക് കൃഷ്ണനുണ്ണി എടുത്ത് ചോദിക്കാം, എന്താണ് ആ ഫീൽ? ഈ ഒരു കാര്യം പറയാനുള്ളൂ, കൊച്ചു ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ തന്തയൊക്കെ മോശം എന്ന് പറയുന്നത് മതി. നമ്മളെല്ലാം മാമന്മാരും കൂടെ ആവാൻ വേണ്ടി പോവേണം. അതിന്റെ ഒഫീഷ്യൽ മാമൻ, ബാക്കിയുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. മാമേ ഇവിടെയൊക്കെ മാമി, തിരുവനന്തപുരത്ത് മാമി. എന്നെ എല്ലാവരും മാമന്മാരും മാമിയുള്ള വന്ന പ്രായമായിക്കൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു തിരിച്ചറിവാണ് ഇങ്ങനത്തുള്ള പരിപാടികൾ. കല്യാണത്തിന് എവരാണ് ഏറ്റവും പ്രായം? ചേട്ടാ, തന്ത വൈബ്. നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ, മാരീഡ് അല്ല. വധുവിനെ അന്വേഷിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ. 5 സെന്റ് സ്ഥലവും മാരുതി കാർ. ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. താജ്മഹൽ
ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ആള് നീങ്ങുന്നില്ല അങ്ങോട്ട് പറയേണ്ട കാര്യം. ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഞാൻ പറയില്ലോ ഇത്. അപ്പം സന്തോഷമുണ്ട്. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ആള് പുറത്തു വരും. കൊച്ച് അല്ല നിന്റെ അച്ഛൻ വരും. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. നിനക്ക് സന്തോഷമുണ്ടോ? എനിക്ക് സന്തോഷം. ഉണ്ടല്ലോ. അപ്പൊ ഇനി നിന്നെ കുറിച്ച് MLA ഇലക്ഷനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കുന്നത്? BJP ആണോ, UDF ആണോ, LDF ആണോ? ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാനും പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട്, കാരണം നമ്മളെവിടെ പോലും കുറച്ച് ഫോട്ടോസ് മുഖ്യമാണല്ലോ, സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനും ഒക്കെ. അങ്ങനെ ഞാനും എടുത്ത് കുറച്ച് ഫോട്ടോസ്. അതിനുശേഷം നമ്മൾ അഖിലോട് ചോദിച്ചായിരുന്നു അഖില എക്സൈറ്റഡ് ആണോ എന്നൊക്കെ അറിയാനായിട്ട്. അഖില ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അമ്മയാവുന്നതിന്റെ എക്സൈറ്റഡ് ആണോ? ശരിക്കും എക്സൈറ്റഡ് ആണ്. അഖില പെട്ടെന്ന് ഇമോഷണലൊക്കെ ആയി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ആള്. ഫോട്ടോ സെഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അവിടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ണിച്ചേട്ടൻ്റെ അമ്മ വന്നിട്ട് എല്ലാത്തിലും ഒന്ന് ആരതി ഒഴിയാണ്. പിന്നെ ഫോളോയിങ്ങിൽ ഓരോരോ ചടങ്ങുകളാണ്. ഇവരുടെ പേരൻസ് രണ്ടുപേരും, അഖിലയുടെ പേരൻസും ഉണ്ണിച്ചേട്ടൻ്റെ പേരൻസും ഒക്കെ ആയിട്ട് എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്തു. പിന്നെ അവരവിടെ സീറ്റിംഗ് ഒക്കെ സെറ്റാക്കി. അഖിലയുടെ അമ്മ വന്നിട്ട് ആദ്യം വളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ചന്ദനം ഒക്കെ തൊട്ടു. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന സ്വീറ്റ്സ് എന്നൊക്കെ അഖിലേക്ക് കൊടുത്തായിരുന്നു. ഈ ടൈമിൽ ഞങ്ങളൊരു ചെറിയ പരിപാടി അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കുഞ്ഞ് ഗേൾ ആണോ ബോയ് ആണോ എന്ന് ഓരോരുത്തരുടെ പ്രിഫറൻസ് വെച്ചിട്ട് നമ്മളൊരു ചെറിയ മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും പോയി അഖിലേക്കും ഉണ്ണിച്ചേട്ടനും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മോളെ കൂടെ കൊണ്ടുപോയതുകൊണ്ട് ആൾക്കും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അഖിലേക്ക് കൊടുത്ത് മോൾക്കും കൊടുത്തായിരുന്നു. പിന്നെ അഖിലേക്ക് ഞാൻ വള അണിയിച്ചു കൊടുത്തു. സിന്ദൂരം ആൻഡ് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. ഉണ്ണിച്ചേട്ടനും കൊടുത്തായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് റിട്ടേൺ ആയിട്ട് നമുക്ക് ഓരോ വള എടുക്കാമായിരുന്നു. ആൻഡ് ബേബീസിനും അവരുടെ സൈസിനുള്ള വള ഇട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞിനും എനിക്ക് ആ ഒരു സൈസിനുള്ള വള കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ മൊമെൻറ്റ്സൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലം കഴിഞ്ഞിട്ട് നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നില്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഇവർക്കും ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഈ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചിട്ടാൻ പറ്റില്ല. എല്ലാവരും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കുഞ്ഞുവാവേനെ മീറ്റ് ചെയ്യാൻ. അറിയില്ല ബോയ് ഗേളാണോ ബേബി ആണെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കൊരു ബേബി ബോയ് ആകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരെല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ഗേൾ ബേബീനെയാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനോടൊപ്പം നിൽക്കാനും ഞാനും ഇപ്പോൾ താല്പര്യപ്പെടുന്നുള്ളൂ. കാരണം എന്താ പറയുക, അവരുടെ ഹാപ്പിനെസ് ആണല്ലോ അൾട്ടിമേറ്റ്ലി ദ ബിഗ്ഗസ്റ്റ് വൺ. മോസ്റ്റ്ലി എൻ്റെ കുഞ്ഞിനും ഒരു കൂട്ടാവും ഒരു ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇനി ഇവരുടെയൊക്കെ ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കില്ലേ. അപ്പം ഞാനും ആക്ച്വലി അവരുടെ സന്തോഷത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനും പിങ്ക് കളറാണ് അവിടെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു ബോർഡിൽ എല്ലാവരും മെജോറിറ്റി നമ്മൾ ലാസ്റ്റ് നോക്കിയപ്പോൾ പിങ്ക് ആയിരുന്നു. കാരണം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കുഞ്ഞു മോളെയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ ചെന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം സദ്യ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻജോയ് ചെയ്ത് നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അതിനുശേഷം വന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അന്നേരം തിരക്കൊക്കെ കുറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങളുടേതായ ലോകമായിരുന്നു. ഇത് അഖിലയുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. ആണോ എക്സൈറ്റഡ് ആണോ? കുഞ്ഞുമാവയ്ക്ക് എന്ത് ഗേൾ ബേബി വേണോ ബോയ് ബേബി വേണോ? ഗേൾ ബേബിയോ? ഓക്കെ. കണ്ടില്ലേ, കുഞ്ഞു കുട്ടിയോട്ട് അവിടുത്തെ ഏറ്റവും മുതിർന്ന ആൾക്ക് പോലും ഒരു പെൺകുഞ്ഞിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ ഒരു മാൻഡേറ്ററി പിക്ചറാണിത്. എവിടെ പോയാലും അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ അഖില നേരെ വീട്ടിലോട്ട് യാത്ര ആവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവരുടെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിൽ ഭാഗമായി പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ.